ടോപ്പിക്കിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വിക്ടേഴ്സിന്റെ ക്ലാസ്സിൽ കഴിഞ്ഞ തിങ്കളാഴ്ച കഴിഞ്ഞ വിക്ടേഴ്സിന്റെ ക്ലാസ്സിൽ നിങ്ങൾ ന്യൂ റേഷ്യോയുടെ കാൽക്കുലേഷൻ പഠിക്കുകയുണ്ടായി അല്ലെ. അതിൽ സാറ് 2-3 മെത്തേഡുകൾ നിങ്ങളെ പഠിപ്പിച്ചു. അതിൽ 1-2 പ്രോബ്ലംസ് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി തരികയും ചെയ്തിരുന്നു അല്ലെ. അതിൽ കുറച്ച് കുട്ടികൾക്കെങ്കിലും ഡൗട്ട് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ക്ലാസ്സുകൾ നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ന്യൂ റേഷ്യോയുടെ കാൽക്കുലേഷൻ ആണ് സാറ് അതിൽ മെയിനായിട്ട് പറഞ്ഞത്. അഡ്മിഷൻ ഓഫ് എ പാർട്ണർ, അതിന്റെ തിയറി ഭാഗങ്ങളൊക്കെ പറഞ്ഞു. കൂട്ടത്തിൽ പ്രോബ്ലം ആയിട്ട് നമ്മൾ കാണുന്നത് ന്യൂ റേഷ്യോയുടെ കാൽക്കുലേഷൻ ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് എങ്ങനെയാണ് ന്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. എന്തിനാണ് ന്യൂ റേഷ്യോ കാണുന്നത്? നമുക്കറിയാം, ഒരു എക്സിസ്റ്റിംഗ് പാർട്ണർഷിപ്പ് ബിസിനസ്സിലേക്ക് ഒരു ന്യൂ പാർട്ണർ അഡ്മിറ്റ് ചെയ്ത് വരികയാണ്. ഓക്കെ, ന്യൂ പാർട്ണർ വരികയാണ്, അഡ്മിറ്റിംഗ് പാർട്ണർ അല്ലെങ്കിൽ അഡ്മിഷൻ ഓഫ് എ പാർട്ണർ എന്നുള്ളൊരു കേസ് നമ്മൾ കാണുന്നു. അതിലേക്ക് ഒരാൾ വരുമ്പോൾ നമ്മൾ ഇതുവരെ ഷെയർ ചെയ്തിരുന്ന പ്രോഫിറ്റിന്റെ ഒരു ഭാഗം നമ്മൾ അദ്ദേഹത്തിന് കൂടി കൊടുക്കേണ്ടി വരികയാണ്. അങ്ങനെയല്ലേ? ഇപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി കയറി വരുന്ന സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു പോർഷൻ ആ വരുന്ന ആൾക്കും കൂടി കൊടുക്കണം. അപ്പൊ ഉണ്ടാകുന്നൊരു കുഴപ്പം എന്താ? നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് കുറയല്ലേ. ഇപ്പൊ നമ്മൾ ആകെ 4 പീസ് 4 കഷ്ണം നല്ല ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു അല്ലെ. ഒരാള് നമുക്ക് അതിഥിയായിട്ട് വരികയാണ്. നമ്മൾ 4 പേരുണ്ട്, നമ്മുടെ വീട്ടിൽ 4 പേരുണ്ട്. ഓക്കെ, ആകെ 4 കഷ്ണം മീനേ ഉള്ളൂ. ഒരു അതിഥി വരികയാണ്, അദ്ദേഹം 2 കഷ്ണം കഴിച്ചു. ഓക്കെ, ബാക്കി അവിടെ എത്ര ഉണ്ടാവുക? 2 കഷ്ണം ഉണ്ടാവുക അല്ലെ. അതിഥിക്ക് നമ്മൾ 2 കഷ്ണം കൊടുത്തില്ലേ, ബാക്കി 2 പീസ് ഉണ്ടാവുക. ആ 2 പീസ് ആരെടുക്കണം? വീട്ടുകാര് മുറിച്ചെടുക്കണം അല്ലെ. വീട്ടിൽ എത്ര ആളുണ്ടായിരുന്നു? 4 ആളില്ലായിരുന്നു. അപ്പൊ അവർക്ക് എത്ര പീസാ കിട്ടുക? 1/2 കഷ്ണം വീതം അല്ലെ. 1/2 കഷ്ണം എന്ന് പറഞ്ഞാൽ 1/2 പീസാണ് വീട്ടിലെ ഓരോ മെമ്പർക്കും കിട്ടുക. അവിടെ എന്താ സംഭവിച്ചത്? ഓരോ പീസ് കിട്ടുമായിരുന്ന വീട്ടുകാര് അവർക്ക് ഈ അതിഥി വന്നുകൊണ്ട് അവർക്ക് എന്തായി? 1/2 കഷ്ണത്തിൽ ഒതുങ്ങേണ്ടി വന്നു, തൃപ്തിപ്പെടേണ്ടി വന്നു. കാരണം എന്താണ്? ഒരു പുതിയ മെമ്പർ കൂടി നമ്മുടെ വീട്ടിലേക്ക് വന്നു. അതുകൊണ്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന പീസ് കുറഞ്ഞുപോയി. അതേ അവസ്ഥ തന്നെയാണ് ഇവിടെയും വരുന്നത്. നമ്മുടെ എക്സിസ്റ്റിംഗ് പാർട്ണർഷിപ്പ് ഫേം, അതിലേക്ക് ന്യൂ പാർട്ണറെ നമ്മൾ അഡ്മിറ്റ് ചെയ്യണം. അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അയാൾക്ക് ഇത്ര പ്രോഫിറ്റ് കൊടുക്കാന്ന് പറയണം. ആ എവിടുന്ന നമ്മൾ എടുത്തു കൊടുക്കുന്നത്? പുറത്തുനിന്ന് എടുത്ത് കൊടുക്കല്ല, അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഷെയറിൽ നിന്ന് എടുത്തു കൊടുക്കുക ചെയ്യും. ഓക്കെ, അതിന്റെ ഡിഫറെന്റ് കേസസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് കേസ് നോക്കാം. ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു പ്രോബ്ലം തന്നെ നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പൊ എ ആൻഡ് ബി ഇവരായിരുന്നു നമ്മുടെ എക്സിസ്റ്റിംഗ് പാർട്ണർഷിപ്പ് ഫേമിലെ നമ്മുടെ പാർട്ണേഴ്സ്. ഇപ്പൊ നിലവിലുള്ള നമ്മുടെ പാർട്ണർഷിപ്പ് ഫേമിലെ പാർട്ണേഴ്സ് ആണ് എയും ബിയും. They decide to admit C as a new partner. The profit sharing ratio between A and B was 3:2. The profit sharing ratio between A and B was 3:2, and they decide to give a profit share of 1/6 share to C. C is admitted on the condition that he will get 1/6 share in future profits. Ready alle? Onnu parayam. A and B are partners sharing profits in the ratio 3:2. They admit C as a new partner by giving him 1/6 share. Calculate new ratio എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഈസി ആയിട്ട് കാണാൻ പറ്റും അല്ലെ. ഇവിടെ 6 ആയതുകൊണ്ട്, ഇവിടെ ഡിനോമിനേറ്റർ 6 ആയതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് ന്യൂ റേഷ്യോ ഈക്വൽ 3:2:1 ആണ് എന്നുള്ളത് ഈസി ആയിട്ട് കാണാൻ പറ്റും. എന്തുകൊണ്ടാണ്? നമ്മുടെ ലോജിക്ക് വെച്ചിട്ട് ഇവിടെ 3 2 ആണ്, ഇവിടെ 1/6 ആണ്. അതുകൊണ്ട് ഇവിടെ ഈ രൂപത്തിലാണ് വരിക എന്നുള്ളൊരു അസംഷനിൽ നമ്മൾ ഇതിന്റെ ന്യൂ റേഷ്യോ ഇങ്ങനെ കാണാണ്. ഓക്കെ, ഇനി നോക്കൂ. ഈ 6ന് പകരം ഇവിടെ 4 ആണ് വന്നിരുന്നെങ്കിലോ, 1/4 ആണ് വന്നിരുന്നെങ്കിലോ? നോക്കൂ, ഒന്നും കൂടി പറയണ ക്വസ്റ്റ്യൻ. A and B are partners sharing profits in the ratio 3:2. They decide to admit C as a new partner by giving him 1/4 share. Calculate new ratio എന്ന് പറയും. ഇവിടെ നമ്മൾ കൊടുങ്ങും അല്ലേ. ഇവിടെ 4 ആണ്, ഇവിടെ 3 2 5 4 എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രശ്നം വരികയാണ്.
ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഒരു കാൽക്കുലേഷൻ ചെയ്യാം. ഇവിടെ നമ്മൾ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് ചെറിയൊരു സിമ്പിൾ കാൽക്കുലേഷൻ നമ്മൾ ചെയ്യാം. ഓക്കെ, ചെയ്ത് നോക്കാം നമുക്ക്. അപ്പൊ ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. റെഡി അല്ലേ? ശരി, ഇവിടെ നോക്കൂ, ഇങ്ങനെ ചെയ്ത് നോക്കൂ. എയും ബിയും തമ്മിൽ ഷെയർ ചെയ്തിരുന്നത് 3:2 എന്നുള്ള റേഷ്യോ ആണ്. സിക്ക് കൊടുക്കുന്ന എത്രയാണ്? 1/4 ഷെയർ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ഗസ്റ്റ് വന്നപ്പോ അദ്ദേഹം 2 കഷ്ണം മീൻ കഴിച്ചു എന്ന് പറഞ്ഞില്ലേ, അത് എക്സാമ്പിൾ ആയിട്ട് എടുത്തോ നിങ്ങള്. ഇയാൾക്ക് കൊടുക്കുന്ന പോർഷൻ ഇതാണ് 1/4. നമുക്ക് ഈ 1/4 അല്ലെങ്കിൽ 2/5 എന്നുള്ള ഫ്രാക്ഷൻസ് ഒക്കെ കാണുന്ന സമയത്ത് ഒരു പ്രയാസം ഉണ്ടാവും അല്ലെ. അത് നമ്മൾ 6ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിലൊക്കെ പഠിച്ചാണ്, ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചാണ്. എന്തെങ്കിലും പ്രയാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നോട് സംശയം ചോദിക്കാം, അല്ലെങ്കിൽ താഴെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളോട് സംശയം ചോദിക്കും. ഓക്കെ, 6ാം 7ാമൊക്കെ നിങ്ങൾ പഠിച്ചതാണ് ഈ ഫ്രാക്ഷൻസും കാര്യങ്ങളൊക്കെ, ഇതിന്റെ കൂട്ടല് കുറക്കല് ഗുണിക്കലൊക്കെ പഠിച്ചതാണ്. അപ്പൊ അതിന് ചെറിയൊരു കാൽക്കുലേഷൻ ഇവിടെ വരുന്നുണ്ട്, കുറച്ചൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇവിടെ നോക്കാം. സിക്ക് നമ്മൾ കൊടുക്കുന്നത് 1/4 ഷെയർ ആണ്. അപ്പൊ നമ്മളോട് ഒരു അസംഷൻ എടുക്കാം. നമ്മുടെ ഫേമിന്റെ ടോട്ടൽ പ്രോഫിറ്റ് 1 ആയിരുന്നെങ്കിൽ let the total profit of the firm be 1 എന്ന് നമ്മൾ അസ്യൂം ചെയ്യണം. ഫേമിന്റെ പ്രോഫിറ്റ് 1 ആയിരുന്നെങ്കിൽ അതിൽ നിന്ന് ഒരു കഷ്ണം സിക്ക് വേണ്ടി പോവാണ്. എത്രയാണ് കഷ്ണം? 1/4. let the total profit of the firm be 1. നമ്മൾ എടുത്തു, ഒരു അസംഷൻ ആണ്. 1 രൂപയാണ് നമ്മുടെ ഫേമിന്റെ ലാഭമെങ്കിൽ അതിൽ നിന്ന് 1/4 ഭാഗം 1/4 പോർഷൻ ആർക്ക് പോവാണ്? സിക്ക് വേണ്ടിയിട്ട് പോവാണ്. 1/4 പോയ പിന്നെ എത്ര ഉണ്ടാവും അവിടെ? 3/4 അല്ലെ. 1/4 പോയാൽ എത്ര ഉണ്ടാവാം? 3/4. റെഡി അല്ലേ? 1 രൂപന്ന് 4 രൂപ പോയാൽ ബാക്കി എത്ര ഉണ്ടാവും? 3/4 ഉണ്ടാവും. ഓക്കെ, കൂടുതൽ ഡൗട്ട് ഇല്ലല്ലോ? ഒരു ഡൗട്ട് ഉള്ളവരിങ്ങനെ ശ്രദ്ധിക്കാം. നമുക്ക് 1ൽ നിന്ന് 1/4 കുറച്ചാൽ 3/4 കിട്ടണം. അതെങ്ങനെയാണ് കിട്ടണം? 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 എന്ന് പറഞ്ഞാല് 1/1 ആണ് അല്ലെ. 1/1 മൈനസ് 1/4. ഇവിടെ പണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സുകളിൽ, ചക്കയും മാങ്ങയും കൂടി ചേരൂല, ഒന്നുകിൽ 2ന് ചക്ക ആക്കണം അല്ലെങ്കിൽ 2ന് മാങ്ങ ആക്കണം എന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അതായത് ഇതിന്റെ ഡിനോമിനേറ്റർ 1ൽ 1 ആണ്, 1ൽ 4 ആണ്. അപ്പൊ 2 വ്യത്യസ്ത ഡിനോമിനേറ്റർ വെച്ചിട്ട് നമുക്ക് മൈനസ് ചെയ്യാൻ കഴിയില്ല, മൈനസ് ചെയ്യാൻ ആഡ് ചെയ്യാനൊന്നും പറ്റില്ല. ഡിനോമിനേറ്റർ സെയിം ആക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ LCM കാണാൻ അങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്തിരുന്നു. ഇവിടെ നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. 1നെ നമുക്ക് 4 ആക്കി മാറ്റണം. അപ്പൊ എന്ത് ചെയ്താൽ മതി? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും അല്ലെ. ഈ താഴെയുള്ള 1നെ 4 ആക്കിയപ്പോ മേലുള്ള 1നെ എന്ത് ചെയ്യണം? നമ്മള് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് എത്ര ഇതിന്റെ ആൻസർ? 1 എന്ന് പറഞ്ഞാല് 1 എന്ന് പറയുന്നത് 1/1 ആണ്. 1/1 ഈക്വൽ 4/4 ആണ്. ഒക്കെ ഒന്ന് തന്നെയാണ്. 4/4 എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെയാണ് അല്ലെ. അപ്പൊ നമുക്ക് 4/4 മൈനസ് 1/4 ഈസിൽ നമുക്ക് ഡിനോമിനേറ്ററിനെ അവിടെ ഫിക്സ്ഡ് ആക്കി വെക്കുക. അതിന് നമ്മൾ കോൺസ്റ്റന്റ് ആക്കി വെക്കുക. ഡിനോമിനേറ്റർ ഇളകാതെ അവിടെ 4 തന്നെ നിർത്തി. വ്യത്യാസം വരുന്ന ഇവിടെയാണ്. 4ൽ നിന്ന് 1 മൈനസ് ചെയ്യുക. 4ൽ നിന്ന് 1 മൈനസ് ചെയ്യുക. എത്ര കിട്ടുക? 3 ആണ്. ഓക്കെ, അതാണ് 3/4. അപ്പൊ അതിന്റെ ഐഡിയ കിട്ടിയോ? 1ൽ നിന്ന് 1/4 കുറച്ചാൽ 3/4 ആണ് എന്നുള്ളത് കിട്ടുന്നത് ഈ രൂപത്തിലാണ്. 1/1 ഈക്വൽ 4/4. 4/4 മൈനസ് 1/4 ഈക്വൽ 3/4. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതെന്താ സാധനം? ഈ 3/4 എന്നുള്ള സാധനം എന്താണ്? അതായത് എയും ബിയും സിയും കൂടി അടങ്ങുന്ന ഫേമിന് കിട്ടുന്ന ലാഭം 1 രൂപയാണെങ്കിൽ അതിൽ സിക്ക് കൊടുക്കുന്ന പോർഷൻ 1/4 ആണ്. കൃത്യമായിട്ട് മനസ്സിലാക്കട്ടോ. എയും ബിയും സിയും കൂടി, അവര് 3 കൂട്ടരും കൂടി, എ പ്ലസ് ബി പ്ലസ് സി, 3 ആളും കൂടി ഷെയർ ചെയ്യുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1 രൂപയാണ്. ന്യൂ ഫേമില് എയും ബിയും സിയും കൂടി ഷെയർ ചെയ്യുന്ന പ്രോഫിറ്റ് 1 രൂപയാണ്. അതിൽ നിന്ന് 1/4 ആണ് ആർക്ക് കൊടുക്കുന്നത്? സിക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ബാക്കി എത്ര ഉണ്ടാവും? 3/4 ആണ്. ഈ 3/4 എന്ന് പറയുന്നത് ആർക്കുള്ളതാണ്? ഷെയർ ആണ്. 1/4 സിക്ക് കൊടുത്തില്ലേ? അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ ഗസ്റ്റിന് 2 പീസ് കൊടുത്തു എന്ന് പറഞ്ഞില്ലേ? എന്നപോലെ ഗസ്റ്റിന് നമ്മൾ 1/4 കൊടുത്തു. ബാക്കി 3/4 ഭാഗവും ആർക്കുള്ളതാണ്? എക്കും ബിക്കും കൂടിയുള്ളതാണ്. ബാക്കി 3/4 ഭാഗം എക്കും ബിക്കും കൂടിയുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ 3/4ന്റെ എത്ര പോർഷനാണ് എ എടുക്കേണ്ടത്, എത്ര പോർഷനാണ് ബി എടുക്കേണ്ടത് എന്നും കൂടി നോക്കണം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ,
ഫിഷിന്റെ കഷ്ണം 2 ബാക്കി ഉണ്ടായിരുന്നു. അത് നമ്മുടെ ഒരു എന്താ പറയാ ഒരു മനുഷ്യപ്പറ്റി വെച്ചിട്ട് 4 കൂടി ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തു അല്ലെ, അരക്കഷ്ണം വീതം കിട്ടിയെന്ന് പറഞ്ഞു. ഇവിടെ അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത്. എയും ബിയും നമ്മുടെ റേഷ്യോ എത്രയാണ്? 3:2 ആണ്. ഒരാൾക്ക് 3 കഷ്ണം കിട്ടുമ്പോ എക്ക് 3 കഷ്ണം കിട്ടുമ്പോ ബിക്ക് 2 കഷ്ണം കിട്ടുള്ളൂ. അങ്ങനല്ലേ ഇവരുടെ റേഷ്യോ? ആകെ 5 രൂപ ലാഭം ഉണ്ടായിരുന്ന സമയത്ത് 3 രൂപ എ ആണ് എടുത്തിരുന്നത്, 2 രൂപ ബി ആണ് എടുക്കുന്നത്. അപ്പൊ 3:2 ആണ് അവരുടെ റേഷ്യോ. അപ്പൊ ഈ കഷ്ണത്തെ, ഈ 1/4 എന്നുള്ള കഷ്ണത്തെ അവർ വീതിക്കേണ്ടത് ഏത് റേഷ്യോയിലാണ്? 3:2 എന്നുള്ള റേഷ്യോയിലാണ്. അപ്പൊ വാട്ട് വിൽ ബി എസ് ന്യൂ ഷെയർ ഓഫ് പ്രോഫിറ്റ്? ഒന്ന് കണ്ടുനോക്കൂ, നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തായിരിക്കും അങ്ങനെയാണെങ്കിൽ എയുടെ ന്യൂ ഷെയർ ഓഫ് പ്രോഫിറ്റ് കാണാം നമുക്ക്. എക്കും ബിക്കും കൂടി ഉള്ള എത്രയാണ്? 1/4 ഭാഗം. ഓക്കെ, എക്കും ബിക്കും കൂടി ഉള്ളത് 1/4 ഭാഗം. നമ്മൾ നേരത്തെ കണ്ടുവച്ച സാധനമാണ്. ഓക്കെ, എന്റെ ഷെയർ എത്രയാണ്? നമ്മുടെ എയുടെ ഷെയർ അവിടെ കാണുന്നത്. എന്റെ ഷെയർ എത്രയാണ്? ഓൾഡ് ഷെയർ എത്രയാണ്? 3:2 അല്ലേ? അപ്പൊ 3/5 ആണ്. 3/5 ആണ്. 1/4ന്റെ 3/5 ഭാഗം എന്ന് പറയുമ്പോ അതിനെ മൾട്ടിപ്ലൈ ചെയ്യണം, ഗുണിക്കണം. ഓക്കെ, 1/4ന്റെ 3/5 ഭാഗം. ഇങ്ങനെ ഫ്രാക്ഷൻ പറയുമ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഒരു കാഡ്ബറീസ് മിഠായി നമ്മൾ വലുത് വാങ്ങിച്ചു, ഒരു സിൽക്കി എന്നൊക്കെ പറഞ്ഞ വലിയ സാധനം വാങ്ങിച്ചു. അതിന്റെ പകുതി എന്ന് പറയുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഒന്നുമില്ല, നേർ പകുതിയെ മുറിക്കാം ഇല്ലേ? ആ ഒരു പീസിന്റെ പകുതി എന്ന് പറയുമ്പോൾ അരയാണ്, 1ന്റെ പകുതി അരയാണ്. ഒരു കൺഫ്യൂഷൻ നമുക്കില്ലല്ലോ. 1ന്റെ പകുതി അരയാണ് അല്ലെ, 1ന്റെ 1/4 ഭാഗം എത്രയാണ്? നമുക്ക് കണക്കൂടെ ഒരു പണിയില്ല. പക്ഷെ ഇങ്ങനെ വരുമ്പോഴാണ് പ്രശ്നം അല്ലെ. 3/4 3/5 എന്നൊക്കെ പറയുമ്പോഴും ഒരു പ്രശ്നമാണ്. ആ ഒരു സാധനത്തിന് ഇത് നമ്മൾ നോക്കുന്നത്. അതായത് എക്കും ബിക്കും കൂടിയുള്ള പോർഷൻ 1/4 എന്നുള്ള സാധനം. ഓക്കെ, അതിന്റെ 3/5 ഭാഗമാണ് എക്ക് ഉണ്ടാവുക. അപ്പൊ എത്ര ഉണ്ടാവും നോക്കും. ഗുണിക്കുമ്പോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നേരെ അത് ഗുണിച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല. നേരെ ഗുണിക്കാം കേട്ടോ. 3 × 3 എന്ന് പറയുന്നത് 9 അല്ലേ? 3 × 3 9, 5 × 4 20, 9/20 എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? എയുടെ ന്യൂ ഷെയർ 9/20 ആണ്. അതായത് പുതിയ ഫേമില് എയും ബിയും സിയും ഉൾപ്പെട്ട പുതിയ ഫേമില് 20 രൂപ ലാഭം കിട്ടുകയാണെങ്കിൽ അതിൽ 9 രൂപ ആർക്കുള്ളതാണ്? എക്കുള്ളതാണ്. റെഡി അല്ലേ? 20 രൂപ ന്യൂ ഫേമിൽ പ്രോഫിറ്റ് അവർ ഏൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ 9 രൂപ ആർക്കുള്ളതാണ്? എക്കുള്ളതാണ്. ഓക്കെ, ഇനി ഇതുപോലെ ബിന്റെ കേസ് നോക്കൂ. ബി നമ്മൾ എടുത്ത് നോക്കുകയാണ്. ബിക്കും എക്കും ബിക്കും കൂടിയുള്ള സാധനം എത്രയാണ്? 1/4. നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് ഇതേ സാധനം തന്നെ. 1/4 3/4. ഓക്കെ, എക്കും ബിക്കും കൂടിയുള്ള പ്രോഫിറ്റ് 3/4. അതിന്റെ എത്ര പോർഷൻ ആണ് ബിക്കുള്ളത്? 2/5 പോർഷൻ. 2/5. ഓക്കെ, ഒന്ന് കൊണ്ടു നോക്കും. ഇവിടെ നമുക്ക് കിട്ടാം 6/20. 6/20. ഓക്കെ, ഇതിന്റെ മീനിങ് എന്താണ്? ന്യൂ ഫേമില്, അതായത് സിയും കൂടി ഉൾപ്പെടുത്തിയതിനു ശേഷമുള്ള നമ്മുടെ ഫേമില് ബിയുടെ ഷെയർ എത്രയായിരിക്കും? ബീസ് ഷെയർ വിൽ ബി 6/20 എന്ന് പറഞ്ഞാൽ എന്താണ്? 20 rupees അവർ പ്രോഫിറ്റ് ഏൺ ചെയ്യണമെങ്കിൽ അതിൽ 6 രൂപ ബിക്കുള്ളത്. സിന്റെ ഷെയറോ? സി ഷെയർ ആണിത്. എത്രയാണ്? 1/4. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലേ? സിന്റെ ഷെയർ 1/4 എന്നത് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലേ? തന്നിട്ടുണ്ട് ഇല്ലേ? അപ്പൊ സീസ് ഷെയർ ഈക്വൽ 1/4. സിന്റെ ഷെയർ 1/4 ആണ്. അപ്പൊ ഇവിടെ നോക്കൂ, നമുക്ക് കിട്ടുന്ന ആൻസർ 9/20, ബിയുടേത് 6/20, സിയുടേത് 1/4. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ പ്രശ്നം വരുന്നുണ്ട് അല്ലെ? ചക്കി മാങ്ങേന്റെ പ്രശ്നം വരുന്നുണ്ട്. ഇവിടെ 2 ചക്ക കിടക്കുന്നുണ്ട്, ഇവിടെ ഒരു മാങ്ങ കിടക്കണം. ഇത് 20ലാണ്, ഇത് 4ലാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ റേഷ്യോ ആയിട്ട് എഴുതാൻ പ്രയാസമുണ്ട്. അപ്പൊ ഇതിനെ നമുക്ക് 20ലേക്ക് മാറ്റണം. ഓക്കെ, 4നെ 20 ആക്കണമെങ്കിൽ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? എത്ര കൊണ്ട് ഗുണിച്ചാൽ മതി? 5 കൊണ്ട് അല്ലെ? 4 × 5 ആണ് 20 എന്ന് പറയുന്നത്. അപ്പൊ ഒന്നിനെയും എന്ത് ചെയ്യണം? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 4നെ 5 കൊണ്ട് ഗുണിച്ചാൽ 20 കിട്ടും അല്ലെ? അപ്പൊ ഒന്നിനെയും എന്ത് ചെയ്യണം? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഇവിടെ കിട്ടുന്ന ആൻസർ എത്രയാണ്? നമുക്ക് 5/20. അതായത് സിയുടെ ഷെയർ ആയിട്ടുള്ള 1/4 ഈക്വൽ 5/20 ആണ്. 4/1 എന്ന് പറയുന്നത് 20/5 ഒക്കെ കണക്കല്ലേ? 20/5 എന്ന് പറയുന്നതും 4/1 എന്ന് പറയുന്നത് കണക്കല്ലേ? ഓക്കെ, ആ 1/4നെ നമ്മൾ 5/20 ആക്കി മാറ്റി. അപ്പൊ നോക്കൂ, എയും ബിയും സിയും തമ്മിലുള്ള റേഷ്യോ എത്രയായി മാറി എന്നറിയും?
9/20, 6/20, 5/20. അതിന് നമ്മൾ റേഷ്യോ ആയിട്ട് എഴുതുന്ന സമയത്ത് ഇങ്ങനെ വരിക 9:6:5. ന്യൂ റേഷ്യോ ബിറ്റ്വീൻ എ, ബി ആൻഡ് സി എന്ന് പറയുന്നത് 9:6:5. കുട്ടികൾക്ക് 9 മാറും 15 5 20. റെഡി അല്ലേ? 9/20, 6/20, 5/20. പ്രയാസമില്ലല്ലോ. ഇതാണ് ആ 1 - എന്നുള്ള പണി ചെയ്തത്. ഓക്കെ, 1 - എന്നുള്ള ഒരു പരിപാടി ചെയ്ത സമയത്ത് ഇത് എന്തുകൊണ്ട് കിട്ടി എന്നുള്ള കൺഫ്യൂഷൻ നിങ്ങൾക്ക് വന്നേക്കാം. അപ്പൊ ഇവിടെ ഒരു അസംഷൻ നമ്മൾ ചെയ്യണം. ഒരു ഫേമിന്റെ പ്രോഫിറ്റ് 1 രൂപയാണെങ്കിൽ അതിൽ നിന്ന് ന്യൂ പാർട്ണർക്ക് ഒരു ഷെയർ കൊടുത്തു അല്ലേ? ബാക്കി ഇത്രയും ഉണ്ടാവുക. ഈ ഉള്ള പോർഷൻ ആണ് എയും ബിയും കൂടി ഷെയർ ചെയ്യുന്നത് എന്ന് നമ്മൾ അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഒരു അസംഷൻ ഇതാണ്. ശ്രദ്ധിക്കുക, ഈ പറയുന്ന പോയിന്റ് ശ്രദ്ധിക്കുക. ഇവിടെയുള്ള അസംഷൻ ഇതാണ്: ദ ഓൾഡ് പാർട്ണേഴ്സ് sacrifice their share of profit in favor of the new partner in their old ratio. പോയിന്റ് നോക്കും. The old partners sacrifice, അവര് ഗിവ് അപ്പ് ചെയ്യണം, സാക്രിഫൈസ് ചെയ്യണം. ആർക്ക് വേണ്ടിയിട്ട്? ന്യൂ പാർട്ണർക്ക് വേണ്ടിയിട്ട്. ഏത് റേഷ്യോയിലാണ് ഷെയർ ചെയ്യുന്നത്? ന്യൂ പാർട്ണർക്ക് കൊടുക്കുന്ന ഷെയർ കൊടുക്കുന്ന സമയത്ത് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഷെയറിൽ നിന്ന് എത്ര പോർഷനാണ് നഷ്ടപ്പെടുന്നത്? അവരുടെ ഓൾഡ് റേഷ്യോ എത്രയാണോ ആ റേഷ്യോ വെച്ചിട്ടാണ് അവർക്ക് നഷ്ടപ്പെടുന്നത്. ഇനി മറ്റൊരു മീനിങ് ആയിട്ട് പറയാൻ, അല്ലെങ്കിൽ മറ്റൊരു അർത്ഥത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും: ദ ന്യൂ പാർട്ണർ gets 1/4 share which he acquires from the old partners in their old ratio. This portion 1/4 which he acquired from the old partners in their old ratio എന്ന് കൂടി നമ്മൾ അസ്യൂം ചെയ്യാം. അപ്പൊ മീനിന്റെ കഷ്ണം കൊടുത്തു നമ്മൾ നേരത്തെ പറഞ്ഞു, ഫിഷിന്റെ കഷ്ണം കൊടുത്തു എന്ന് പറഞ്ഞില്ലേ? ഓക്കെ, ആ കൊടുക്കുന്നത് ഏത് റേഷ്യോയിലാണെന്ന് പറയുന്നത് 3:2 എന്ന് നമ്മൾ അസ്യൂം ചെയ്യണം. അതായത് എയും ബിയും അവര് സിക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തത് അവരുടെ ഓൾഡ് പ്രൊപ്പോർഷനിലാണ്, ഓൾഡ് റേഷ്യോയിലാണ് എന്ന് കൂടി നമ്മളിവിടെ അസ്യൂം ചെയ്യണം. ഓക്കെ, അപ്പൊ ഈ കാൽക്കുലേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ പറയുന്ന മെത്തേഡ് വേറെയാണ്, വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആക്കുക, ഇത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി. ഇനി നമ്മൾ മറ്റൊരു കേസ് കാണാം. ഇപ്പൊ കഴിഞ്ഞ കേസ് നമ്മൾ തൽക്കാലം മറന്നേക്കുക. ഇനി വേറെ കേസ് കാണാം. ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. നോക്കൂ, എ ആൻഡ് ബി ആർ പാർട്ണേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ 3:2. They admit C as a new partner. C gets 2/10 share. C gets 2/10 share, which he gets equally from both the partners. എന്ന് പറഞ്ഞു നോക്കൂ. എയും ബിയും പാർട്ണേഴ്സും. എ ആൻഡ് ബി ആർ പാർട്ണേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ 3:2. നമ്മൾ നേരത്തെ കണ്ട അതേ കേസ് തന്നെ. They admit C as a new partner by giving him 2/10 share. എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ നിർത്തുകയായിരുന്നെങ്കിൽ, ഇത്രയും പറഞ്ഞുകൊണ്ട് ക്വസ്റ്റ്യൻ നിർത്തുകയായിരുന്നെങ്കിൽ നമ്മൾ കഴിഞ്ഞ കേസിൽ ഇപ്പൊ ഇതിന്റെ തൊട്ട് മുന്നേ പറഞ്ഞ രൂപത്തിലാണ് ഇതിന് സോൾവ് ചെയ്യേണ്ടിയിരുന്നത്. 1 - എന്നുള്ള പണി ചെയ്തിട്ടാണ് സോൾവ് ചെയ്യേണ്ടിയിരുന്നത്. ഓക്കെ, ഇതിന്റെ കൂട്ടത്തിൽ ഒരു സെന്റൻസ് കൂടി പറയാണ്. നോക്കൂ, which he gets equally from both the partners എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 2/10 എന്നുള്ള ഷെയർ ഇയാൾക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? ഈക്വലി ഫ്രം ബോത്ത് ദ പാർട്ണേഴ്സ്. ഇത് കിട്ടുന്നത് എങ്ങനെയാണ്? 1:1 എന്നുള്ള റേഷ്യോയിലാണ് എന്റെയും ബിന്റെയും കയ്യിൽ നിന്ന് കിട്ടുന്നത് അർത്ഥം. അതായത് പകുതിയാ കിട്ടുന്നത്. നമ്മൾ നേരത്തെ ഫിഷ് ഡിവൈഡ് ചെയ്ത പോലെ പകുതിയാ കിട്ടുന്നത്. ഓക്കെ, ഈക്വലിയാ കിട്ടണം. നമുക്ക് 1:1 എന്നുള്ള രൂപത്തിലാണ് ഇയാൾക്ക് കിട്ടുന്നത് അർത്ഥം. ഓക്കെ, അപ്പൊ എങ്ങനെ ഇതിനെ സോൾവ് ചെയ്യാന്നുള്ളത്. അപ്പൊ കഴിഞ്ഞ കേസിൽ നമ്മൾ എന്തായിരുന്നു അസംഷൻ? ന്യൂ പാർട്ണർക്ക്, സി എന്ന് പറയുന്ന ന്യൂ പാർട്ണർക്ക് ഈ 2/10 എന്നുള്ള ഈ ഷെയർ, ഈ കിട്ടുന്ന ന്യൂ പ്രോഫിറ്റ് ആയിട്ട് അവർക്ക് കിട്ടുന്ന ഷെയർ കിട്ടുന്നത് എങ്ങനെയാണ്? അവരുടെ ഓൾഡ് റേഷ്യോയിലാണ്. എയുടെയും ബിയുടെയും ഓൾഡ് റേഷ്യോയിലാണ് അവർ കൊടുത്തിരുന്നത് നമ്മൾ അസ്യൂം ചെയ്തതാണ് കഴിഞ്ഞ കേസ്. ഫസ്റ്റ് കേസ് 1. ഇത് കേസ് 2 നമ്മൾ ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ പറയാണ് ഈ കിട്ടുന്ന ഷെയർ ഈക്വലി ഫ്രം ബോത്ത് ദ പാർട്ണേഴ്സ് ആണ്. 1:1 എന്നുള്ള റേഷ്യോയിലാണ് ഇവർ ഈ സംഗതി കൊടുക്കുന്നത്. 2/10 കൊടുക്കണം. അപ്പൊ നോക്കൂ, 2/10ന്റെ ഈക്വലി എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? അത് 2/10ന്റെ പകുതി അല്ലേ? 1:1 അല്ലേ? 1:1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/2 അങ്ങനെയാണ്.
അല്ലെ? ഇങ്ങനെയാണെങ്കിൽ സിക്ക് 2/10 കിട്ടുന്നത് എങ്ങനെയാണ്? 1/10 ഫ്രം എ ആൻഡ് 1/10 ഫ്രം ബി അല്ലെ? 2/10ന്റെ പകുതി എത്രയാണ്? 2/10ന്റെ പകുതി എത്രയാണ്? 1/10. 2/10ന്റെ പകുതി 1/10 ആണ്. ഓക്കെ, 2/10 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് എന്തിന് തുല്യമാണ്? 2/10 ഹരിക്കണം 2 എന്ന് പറയുന്നത് എന്തിന് തുല്യാന്ന് അറിയോ? ഇൻറ്റു 1/2 തുല്യാണ്. ഓക്കെ, 2/10 ഹരിക്കണം 2 എന്ന് പറയുന്നത് 2/10 ഇൻറ്റു അര എന്ന് പറയുന്നതിന് തുല്യാണ്. അതിൽ ഡൗട്ട് ഇല്ലല്ലോ നിങ്ങൾക്ക്? 2/10ന്റെ അരഭാഗം, 2/10ന്റെ അരഭാഗം. ഓക്കെ, 2/10ന്റെ അരഭാഗം നോക്കുക നിങ്ങൾ എത്രയാണ്? 2 × 1 2, 10 × 2 20, 2/20 കിട്ടും. 2/20 എന്നുള്ളത് നമ്മളെ ചെറുതാക്കുന്ന സമയത്ത് 1/10 കിട്ടൂലേ? ഓക്കെ, ഇതിന് മാക്സിമം ചെറുതാക്കി നോക്കും. 2/20 ഞാൻ ചെറുതാക്കിയാൽ നമുക്ക് 1/10 കിട്ടും. ഓക്കെ, അപ്പൊ 2/10ന്റെ ഹാഫ് പോർഷൻ, 2/10ന്റെ ഹാഫ് എന്ന് പറയുന്നത് 1/10 ആണ്. ഓക്കെ, 1/10 ആണ് ബിക്ക് വരുന്നത്. എന്താ മനസ്സിലായത് നമുക്ക്? സിക്ക് കിട്ടുന്ന 2/10 എന്നുള്ള പോർഷൻ ഈക്വലി ആണ് എയും ബിയും സാക്രിഫൈസ് ചെയ്യുന്നത്. അതായത് ഇൻ ഫേവർ ഓഫ് സി, ഓൾഡ് പാർട്ണേഴ്സ് ആയുള്ള എയും ബിയും ആ സിക്ക് കൊടുക്കുന്ന പോർഷൻ ആയിട്ടുള്ള 2/10 കൊടുക്കുന്നത് എങ്ങനെയാണ്? പകുതിയും പകുതിയും വെച്ചിട്ടാണ്. 1:1 എന്നുള്ള റേഷ്യോ ആണ്. അപ്പൊ എക്ക് നഷ്ടം വരുന്നത് എത്രയാണ്? എയുടെ കഷ്ണം എത്രയാണ് നഷ്ടം വരുന്നത്? എന്റെ കയ്യിൽ നിന്ന് എത്ര കഷ്ണം പോകണം നോക്കൂ? 1/10 എന്നുള്ള കഷ്ണം. ബിയുടെ കയ്യിൽ നിന്ന് എത്ര കഷ്ണം പോകണം നോക്കൂ? 1/10 എന്നുള്ള കഷ്ണം. രണ്ടും ഈക്വൽ ആണ് അല്ലെ? അതാണ് 1:1. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ നോക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ ഇനി എക്ക് എന്ത് ബാക്കി ഉണ്ടാവും? എന്റെ കയ്യിൽ നിന്ന് ഒരു കഷ്ണം പോകുന്നില്ലേ? ആ കഷ്ണം പോയത് കഴിച്ച് ബാക്കി എക്ക് ഇനി എന്ത് ബാക്കി ഉണ്ടാവും? ഓക്കെ, അതുപോലെ ബിയുടെ കയ്യിൽ നിന്നൊരു കഷ്ണം പോകുന്നുണ്ട്, അത് കഴിച്ച് ബിക്ക് എന്ത് ബാക്കി ഉണ്ടാവുന്നുണ്ട് നോക്കാം. നോക്കൂ, എസ് ന്യൂ ഷെയർ വിൽ ബി, എസ് ഓൾഡ് ഷെയർ എന്ന് പറയുന്നത് 3/5 ആണ്. 3/5ൽ നിന്ന് ഒരു കഷ്ണം പോവാണ് 1/10. അങ്ങനല്ലേ? നോക്കൂ, 3 റുപ്യ ഉണ്ടായിരുന്നു കയ്യില്, അതിന് 1 രൂപ പോയി, 1 രൂപ ബാക്കി 2 റുപ്യല്ലേ ഉണ്ടാവുക. ഓക്കെ, അത് നമുക്ക് കണക്കോട്ട് എളുപ്പമാണ്. പക്ഷെ ഇവിടെ ഫ്രാക്ഷൻ ആയതുകൊണ്ട് ഇത് കൃത്യമായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ നമുക്ക് 3/5 നിന്ന് 1/10 പോയി. അപ്പൊ ഇതൊരു സുഖല്ലേ അല്ലെ? ഇവിടെ ചക്കിയും കിടക്കുന്നുണ്ട്, ഇവിടെ മാങ്ങയാണ്. ഡിനോമിനേറ്റർ വ്യത്യാസമുണ്ട്. അപ്പൊ ഇത് നമ്മള് ശരിയാക്കി എടുക്കണം. ഇവിടെ നമ്മൾ ഡിനോമിനേറ്റർ കോമൺ ആയിട്ട് 10 എടുക്കാം. ഓക്കെ, 5നെ 10 കിട്ടാൻ വേണ്ടിട്ട് എന്താ ചെയ്തത്? 5നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ നമ്മളിവിടെ 3നെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് 6 കിട്ടും. 5 × 2 10, 3 × 2 6. ഓക്കെ, -1, 6 - 1 ഡിവൈഡഡ് ബൈ 10 ആണ് കിട്ടുക. അപ്പൊ 5/10 ആണ് കിട്ടുക. ഇത് നമുക്ക് കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. കോമൺ ആയിട്ട് നമ്മൾ 10 എന്ന് എഴുതിട്ടോ. ഇനി ഇങ്ങനെ കൺഫ്യൂഷൻ ആണെങ്കിൽ ഇങ്ങനെ ചെയ്തോ, കുഴപ്പമില്ല. ഇങ്ങനെ ചെയ്തോ, കുഴപ്പമില്ല. ഓക്കെ, 6/10 - 1/10 = 5/2. റെഡി അല്ലേ? ഇനി നോക്കൂ, what will be B's share? ബിക്ക് കിട്ടിയിരുന്ന എന്താണ്? ബിക്ക് കിട്ടിക്കൊണ്ടിരുന്ന എന്താണ്? 2/5 ആണ് അല്ലെ? 2/5 ആണ് ബിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അതിൽ നിന്ന് 1/10 പോകാൻ പോവാ. 1/10 നഷ്ടപ്പെടാൻ പോവാണ്. ആർക്ക് വേണ്ടിയിട്ട്? സിക്ക് വേണ്ടി കൊടുക്കാൻ പോവാണ് അല്ലെ? അപ്പൊ അർത്ഥത്തിൽ 2/5 - 1/10 ഈക്വൽ എത്ര വരും നോക്കും? നേരത്തെ കണ്ട പോലെ ഇവിടെ കോമൺ ആയിട്ട് 10 എടുത്തു. 5നെ 2 കൊണ്ട് ഗുണിച്ചപ്പോഴാണ് 10 കിട്ടി. അപ്പൊ 2നെ 2 കൊണ്ട് ഗുണിക്കാം, 4 കിട്ടും. -1, 4 - 1. ഓക്കെ, ഈക്വൽ 3/10. റെഡി അല്ലേ? ഈയുടെ ന്യൂ റേഷ്യോ അല്ലെങ്കിൽ ന്യൂ ഷെയർ എന്ന് പറയുന്നത് 5/10 ആണ്. ബിന്റെ ന്യൂ ഷെയർ എന്ന് പറയുന്നത് 3/10 ആണ്. സിയുടേതോ? സിന്റെ ഷെയർ എത്രയാണ്? സിന്റെ ഷെയർ നമുക്ക് തന്നിട്ടില്ലേ? 2/10. ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് 2/10. അപ്പൊ റേഷ്യോ കിട്ടിയില്ല. നമുക്ക് നോക്കും എത്രയാണ്? 5/10, 3/10 and 2/10. ഓക്കെ, റേഷ്യോ രൂപത്തിൽ എഴുതുമ്പോൾ എങ്ങനെയാണ്? 5:3. ശരിയല്ലേ? അപ്പൊ ഇവിടെ മെത്തേഡ് മാറിയ കണ്ടോ നിങ്ങള്? നേരത്തെ നമ്മൾ 1- എന്നുള്ള പണിയാ ചെയ്തത്. അത് ഏത് അസംഷനിലായിരുന്നു? ന്യൂ പാർട്ണർക്ക് കിട്ടുന്ന ഷെയർ ഓൾഡ് പാർട്ണേഴ്സിന്റെ ഓൾഡ് റേഷ്യോയിലാണ് സാക്രിഫൈസ് ചെയ്യുന്നത് എന്നുള്ള അസംഷനിലായിരുന്നു. ഇവിടെ നമ്മളോട് ഇങ്ങനെ പറയാണ്,
A and B are partners sharing profits in the ratio of 3:2. They decide to admit C as a new partner by giving him 2/10 share, which he gets equally from both the partners. Equally from both the partners. അങ്ങനെ നോക്കുമ്പോൾ ഈക്വലി എന്ന് പറയുമ്പോൾ എത്രയെന്ന് കാണണം. 2/10 പകുതി എത്രയും നമ്മൾ കണ്ടു, 1/10. ഓക്കെ, 1/10 ബിയും സാക്രിഫൈസ് ചെയ്യുന്നത്. എന്റെ ഷെയറിന് ഇത്രയും കഷ്ടം പോവാണ്, എന്റെ ഷെയറിന് ഇത്രയും കഷ്ടം പോവാണ്, ബിന്റെ ഷെയറിന് ഇത്രയും കഷ്ടം പോവാണ്. ആ പണി നമ്മളിവിടെ ചെയ്തത്. എന്റെ ഷെയർ 3/5, എക്ക് ഉണ്ടായിരുന്ന ഷെയർ 3/5, അതിൽ നിന്ന് 1/10 പോയി, ബാക്കി 5/10 ഉണ്ടാവും. ഓക്കെ, ബിന്റെ ഷെയർ 2/5 ആയിരുന്നു, അതിൽ നിന്ന് 1/10 പോർഷൻ പോയി, ബാക്കി ഉണ്ടാവും എത്രയാണ്? 3/10 പോർഷൻ. ഇവരെ കയ്യിൽ നിന്ന് പോയതാണ് ആർക്ക് കിട്ടിയത്? സിക്ക് കിട്ടിയിട്ടുള്ളത് എത്രയാണ്? 2/10. അപ്പൊ നമ്മൾ ന്യൂ റേഷ്യോ കണ്ടു, 5/10, 3/10, 2/10. റേഷ്യോ വിൽ ബി 5:3:2. റെഡിയാണ്. നമ്മൾ രണ്ട് കേസ് കണ്ടു കഴിഞ്ഞു. ഫസ്റ്റ് കേസിൽ കണ്ട എങ്ങനെയായിരുന്നു? 1- എന്നുള്ള പണി എന്തായിരുന്നു? ന്യൂ പാർട്ണർ gets his share from the old partners in their old ratio. Okay, second case എങ്ങനെയായിരുന്നു? New partner gets his share from the old partners equally. Okay, new partner gets equally from both the partners. ആയിരുന്നു നമ്മൾ സെക്കൻഡ് കേസ് ആയിട്ട് കണ്ടത്. ഇനി നമ്മൾ തേർഡ് കേസ് കാണാം. ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് എന്താണെന്ന് പറയാം. നോക്ക്, നേരത്തെ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ, എ ആൻഡ് ബി. നമ്മുടെ പേരൊന്നും മാറ്റുന്നില്ല, നമ്മുടെ പാർട്ണേഴ്സ് എയും ബിയും തന്നെ, റേഷ്യോയും 3:2 തന്നെ. ഓക്കെ, എ ആൻഡ് ബി ആർ പാർട്ണേഴ്സ് ഷെയർ പ്രോഫിറ്റ്സ് ഇൻ ദി റേഷ്യോ 3:2. They decide to admit C as a new partner by giving him 3/10 share. By giving him 3/10 share, which he gets 2/10 from A and 1/10 from B. അപ്പോൾ റേഷ്യോ മാറി. നേരത്തെ നമ്മൾ ഈക്വലി ഫ്രം ബോത്ത് പാർട്ണേഴ്സ് എന്നാ പറഞ്ഞു. ഇവിടെ നമ്മൾ പറയാണ് which he gets 3/10 ഷെയർ. എങ്ങനെ കിട്ടുന്നത്? 2/10 from A and 1/10 from B. What is the case? The new partner gets his share from the old partner in any agreed ratio. The new partner gets his share from the old partners in an agreed ratio. ഇവിടെ എത്രയാണ്? in an agreed ratio എന്ന് പറഞ്ഞാൽ ഇവിടെ റേഷ്യോ എത്രയാണ്? 2:1 എന്നുള്ള റേഷ്യോയിലാണ് ഇവർ ഡിവൈഡ് ചെയ്യുന്നത്. കൃത്യമായിട്ട് പറയണം 2/10 ഫ്രം എ ആൻഡ് 1/10 ഫ്രം ബി എന്ന് കൃത്യമായിട്ട് പറയാം. ഓക്കെ, അപ്പൊ ഈ കേസിൽ എങ്ങനെയാണ് നമ്മൾ ഇതിനെ സോൾവ് ചെയ്യാം നോക്കാം. ഓക്കെ, എയുടെ ഷെയർ എത്രയായിരിക്കും? ഇനി എയുടെ ഓൾഡ് ഷെയർ 3/2 അല്ലേ, 3:2 അല്ലേ. ഓക്കെ, അപ്പൊ 3/5 ആണ് എക്ക് ഉണ്ടായിരുന്നത്, അതിൽ നിന്ന് 2/10 പോവാണ്. സംശയമില്ലല്ലോ. 3/5 കിട്ടിയിരുന്നു, അതിൽ നിന്ന് 2/10 പോവാൻ പോവാം. ഓക്കെ, അപ്പൊ എത്ര കിട്ടുക? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോമൺ ആയിട്ട് 10 എടുത്തു, ഇവിടെ 6 എടുത്തു, -2 4/10. ഓക്കെ, എക്ക് കിട്ടുന്ന ന്യൂ ഷെയർ 4/10 ആണ്. പുതിയ ഫോമില് 10 രൂപ ലാഭം കിട്ടുകയാണെങ്കിൽ 4 രൂപ എക്ക് ഉണ്ടാവും. ഇനി ബാക്കി നേരത്തെ എത്രയായിരുന്നു അറിയാം? അങ്ങോട്ട് കമ്പയർ ചെയ്ത് നോക്കും. നേരത്തെ 5 രൂപ ലാഭം കിട്ടുകയാണെങ്കിൽ 3 രൂപ ഉണ്ടാവും. 5 രൂപ ലാഭം കിട്ടുകയാണെങ്കിൽ 3 രൂപ ഉണ്ടാവും എന്ന് പറയുന്നതാണ് നമുക്ക് ഇതന്നെ സാധനം അല്ലെ. 10 രൂപ ലാഭം കിട്ടുകയാണെങ്കിൽ 6 രൂപ ഉണ്ടാവും. 10 രൂപ ലാഭം കിട്ടുകയാണെങ്കിൽ 6 രൂപ ഉണ്ടാവും ഇദ്ദേഹത്തിന്. ഇനി അത് ഉണ്ടാവില്ല. ഇനി 10 രൂപ ലാഭം കിട്ടുകയാണെങ്കിൽ 4 രൂപ ഉണ്ടാവുള്ളൂ. കാരണം എന്താണ്? 2 രൂപ സിക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്തു. ഓക്കെ, സംശയമില്ലല്ലോ. 3/5 നിന്ന് 2/10 മൈനസ് ചെയ്തു. ഇവിടെ 10 കോമൺ ആയിട്ട് എടുക്കുക, LCM 10 ആക്കി എടുത്തു. അപ്പൊ 6 - 2 കിട്ടുക. ഇവിടെ 3 എന്നുള്ളൂടെ 6 ആയിട്ട് വന്നു അല്ലെ, ഇവിടെ 5 എന്നുള്ളൂടെ 10 ആയിട്ട് വന്നില്ലേ. അപ്പൊ 3 6 ആയിട്ട് വന്നു, -2 4/10 കിട്ടും. ഇനി ബി ഡി എടുത്ത് നോക്കും. ബി ഡി നോക്കുക. 3/5 മൈനസ് സോറി ബിയുടേത് 2 ആണ് അല്ലെ. 2/5 മൈനസ് 1/10. ബി സാക്രിഫൈസ് എത്രയാണ്? 1/10 ആണ്. 1/10 അപ്പൊ ഈക്വൽ ഇവിടെ കോമൺ 10 ആക്കി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ 4 വരും. 4 - 1 ഈക്വൽ 3/10. ഓക്കെ, ബിയുടെ ന്യൂ റേഷ്യോ വിൽ ബി, ന്യൂ ഷെയർ വിൽ ബി 3/10. 10 രൂപ ലാഭം കിട്ടുകയാണെങ്കിൽ 3 രൂപ ബിക്ക് ഉള്ളതാണ്. അവിടെ സി ഷെയർ നേരിട്ട് തന്നിട്ടുണ്ട് നമുക്കല്ലേ, 3/10 ആണ്.
ആ 3/10 കിട്ടിയത് എങ്ങനെയാന്ന് പറഞ്ഞിട്ടുണ്ട്. 2/10 എന്റെ കയ്യിൽ നിന്നും 1/10 ബിന്റെ കയ്യിൽ നിന്നും. 2/10 1/10 കൂടി കൂട്ടിയതാണ് ഈ 3/10 എന്നുള്ള സാധനം. ഓക്കെ, അപ്പൊ ന്യൂ റേഷ്യോ വിൽ ബി 4/10, 3/10 ആൻഡ് also 3/10. അപ്പൊ എയും ബിയും സിയും തമ്മിലുള്ള റേഷ്യോ 4:3:3. ന്യൂ റേഷ്യോ വിൽ ബി 4:3:3. റെഡി ആണല്ലോ? ഓക്കെ, ഇനി ഇതിൽ നിന്ന് തന്നെ ഇതിന്റെ ചെറിയൊരു മാറ്റം, ഈ മെത്തേഡിന്റെ തന്നെ ചെറിയൊരു മാറ്റം നമുക്ക് കാണാം. ഓക്കെ, ഇവിടെ നോക്കുമ്പോൾ നമുക്ക് 2/10 ഫ്രം എ ആൻഡ് 1/10 ഫ്രം ബി എന്നത് തന്നത്. ഇതിന് പകരം നമ്മൾ പറയാണ് സി ഗെറ്റ്സ് ഹിസ് ഷെയർ ഫ്രം ദ ഓൾഡ് പാർട്ണേഴ്സ് ഇൻ ദ റേഷ്യോ 2:1 എന്ന് പറയണം. നോക്കൂ, കൃത്യമായിട്ട് മനസ്സിലാക്കുക. സി ഗെറ്റ്സ്, സി എത്ര കിട്ടുന്നത്? സി കിട്ടുന്ന എത്രയാണ്? 3/10 ആണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ പറയണം സി ഗെറ്റ്സ് ഹിസ് ഷെയർ ഫ്രം ദ ഓൾഡ് പാർട്ണേഴ്സ് ഇൻ ദ റേഷ്യോ 2:1 എന്ന് പറയണം. ഇൻ ദ റേഷ്യോ 2:1 എന്ന് പറയണം. കഴിഞ്ഞ കേസിൽ 1:1 എന്ന് പറഞ്ഞില്ലേ, അതിന് പകരം ഇവിടെ നമ്മൾ പറയാണ് 2:1 എന്ന് പറയണം. അങ്ങനെയായിരുന്നെങ്കിലോ? അങ്ങനെയായിരുന്നെങ്കിൽ നമ്മൾ ആ 2:1 എത്രയെന്നുള്ള ആദ്യം കണ്ടെത്തണം. നമുക്ക് ഇങ്ങനെ ആലോചിച്ച് നോക്കൂ, എയും ബിയും സിക്ക് കൊടുക്കുന്ന ഷെയർ ആയിട്ടുള്ള 3/10 എങ്ങനെയാണ് വീതിക്കുന്നത്? ഏത് റേഷ്യോയിലാണ്? ഇതിന്റെ 2 ഷെയർ എ കൊടുക്കുകയാണെങ്കിൽ 1 ഷെയർ ബി കൊടുക്കണം. അതാണ് 2:1. ഇതിന്റെ ഈ 3/10ന്റെ 2 ഷെയർ എ കൊടുക്കുകയാണെങ്കിൽ 1 ഷെയർ ആണ് ബി കൊടുക്കുക. അപ്പൊ എന്റെ സാക്രിഫൈസ് എത്ര ആയിരിക്കും നോക്കും. എ സാക്രിഫൈസ് വിൽ ബി നോക്കും. സിന്റെ ഷെയർ എത്രയാണ്? സിന്റെ ഷെയർ 3/10 ആണ്. അതിന് ഏത് റേഷ്യോയിലാണ് ഇവർ ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞത്? 2:1 എന്നുള്ള റേഷ്യോയിൽ അല്ലേ? അപ്പൊ സിക്ക് വേണ്ടിയിട്ട് എന്റെ കയ്യിൽ നിന്ന് എക്ക് വരുന്ന നഷ്ടം എത്രയാണ്? 2/3 ആണ്. 3/10ന്റെ 2/3 ഭാഗമാണ് എക്ക് നഷ്ടം വരിക. അപ്പൊ എത്ര ഉണ്ടാവും നോക്കൂ. നേരിട്ട് ഗുണിച്ചാൽ മതി അല്ലെ? ഗുണിക്കുന്ന സമയത്ത് നേരിട്ട് ഗുണിച്ചാൽ മതി. അപ്പൊ 6/30. 6/30 നമുക്ക് ചെറുതാക്കാൻ പറ്റും അല്ലെ? ചെറുതാക്കാൻ ചെറുതാക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുക എങ്ങനെയാണ്? 2/10. റെഡി അല്ലേ? ഇനി നോക്കാം, ബി എത്രയാണ് സാക്രിഫൈസ് ചെയ്യാന്ന് പറഞ്ഞ ഈ കേസിൽ 2:1 എന്നുള്ള റേഷ്യോ ആണ്. അപ്പൊ അർത്ഥത്തിൽ നോക്കും, ബിക്ക് നഷ്ടം വരിക 3/10ന്റെ 1/3 പോർഷൻ ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ മാറി. ഇത് വേറൊരു കേസ്, ഇതിനോട് അനുബന്ധിച്ച കേസ് നമ്മൾ പറയണം. നമുക്ക് ഇങ്ങനെ നേരിട്ട് 2/10 1/10 എന്ന് തരുന്നതിന് പകരം നമ്മൾ പറയാണ് സി ഗെറ്റ്സ് ഹിസ് ഷെയർ ഫ്രം ദ ഓൾഡ് പാർട്ണേഴ്സ് ഇൻ ആൻ അഗ്രീഡ് റേഷ്യോ എന്നുള്ള ഒരു റേഷ്യോ നമുക്ക് തരികയാണ്. എത്രയാണ് റേഷ്യോ? 2:1 എന്ന് തരികയാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ആ 2:1 എത്രയെന്നുള്ളത് നമ്മൾ കാണണം. ഓക്കെ, എത്രയാണ് 2:1 എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ കാണണം. അപ്പൊ ഇവിടെ നമുക്ക് 3/10ന്റെ 2/3 പോർഷൻ ആണ് എക്ക് നഷ്ടം വരും. അത് എത്രയാണ്? 2/10. ബിക്ക് നഷ്ടം വരുന്നത് എത്രയാണ്? 3/10ന്റെ 1/3 പോർഷൻ എന്ന് പറയുമ്പോൾ നോക്കുക, 3/30 ആണ്. 3/30 ആണ് 1/10 ആണ്. 3/30 ചെറുതാക്കിയാൽ നമുക്ക് 1/10 കിട്ടും. അപ്പൊ ഇത് തമ്മിൽ ബന്ധമല്ലേ നോക്കൂ. ഈ 2:2/10ഉം 1/10ഉം അതേ സാധനം തന്നെ നമുക്ക് നേരത്തെ കിട്ടിയത്. 2/10 1/10 എന്ന് പറഞ്ഞിട്ട് തന്നതും അത് തന്നെയല്ലേ? അപ്പൊ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ എന്താന്ന് മനസ്സിലാക്കിയതിനു ശേഷം നമ്മൾ സോൾവ് ചെയ്യാൻ നിൽക്കണം. ഇവിടെ കൃത്യമായിട്ട് പറയാണ്, ഈ തൊട്ട് മുന്നേ തന്ന ക്വസ്റ്റ്യൻ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു 3/10 ആണ് സിക്ക് കിട്ടുന്നത്. അതെങ്ങനെ കിട്ടുന്നത്? എന്റെ കയ്യിൽ നിന്ന് 2/10 കിട്ടും, ബിന്റെ കയ്യിൽ നിന്ന് 1/10 കിട്ടും എന്ന് പറയും. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റി. ആ 2/10 1/10 അവരുടെ ഷെയർ നമ്മൾ മൈനസ് ചെയ്തു, കണ്ടു കഴിഞ്ഞു. ഓക്കെ, തൊട്ടടുത്ത് വേറെ ക്വസ്റ്റ്യൻ നമുക്ക് തരികയാണ്. നമ്മോട് ഇങ്ങനെ പറയാണ് സിക്ക് 3/10 കൊടുക്കണോ? അതെങ്ങനെയാണ് സിക്ക് കിട്ടുന്നത്? സിക്ക് കിട്ടുന്നത് ഓൾഡ് പാർട്ണേഴ്സ് 2:1 എന്നുള്ള റേഷ്യോയിലാണ് അവർ സാക്രിഫൈസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ സാധനം സി കിട്ടുന്നത് 3/10 എന്നുള്ള ഈ പോർഷൻ കിട്ടുന്നത് 2:1 എന്നുള്ള റേഷ്യോയിലാണ് ഓൾഡ് പാർട്ണേഴ്സിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ എയുടെയും ബിയുടെയും നഷ്ടം എത്രയും നമ്മൾ കാണണം. എക്ക് എത്ര നഷ്ടം വരും നോക്കൂ. 3/10 ആണ് സിക്ക് കൊടുക്കണം.
കൊടുക്കുന്ന ഏത് രൂപത്തിലാണ്? 2/3 1/3 എന്നുള്ള രൂപത്തിലാണ്. അപ്പോൾ എക്ക് നഷ്ടം വരിക 3/10 2/3 ഭാഗമാണ് എന്ന് പറയുമ്പോൾ 6/30 എന്നാണ് കിട്ടിയത് അല്ലേ? അപ്പൊ ഇത് 2/10 എന്നാണ് അതിന്റെ ആൻസർ. 6/30 നമ്മൾ ചെറുതാക്കി 2/10 ആക്കി. അതുപോലെ ബിയുടെ കേസ് നോക്കും. ബിക്ക് 3/10 ആണ്, സിക്ക് കിട്ടുന്ന ആകെ ഷെയർ 3/10 ആണ് അല്ലെ? അതിന്റെ 1/3 ഭാഗമാണ് ബി കൊടുക്കണം എന്ന് പറയുമ്പോൾ 1/10 ആണ് നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് വേണം നമ്മൾ ഇതിനെ സോൾവ് ചെയ്യാൻ നടക്കും. ഓക്കെ, ഈ പോർഷൻ നിങ്ങൾക്ക് ഡൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്തൊന്ന് കണ്ടു. ഓക്കെ, ഒന്നും കൂടി നിങ്ങൾ ബാക്കിലേക്ക് അടിച്ചിട്ടൊന്ന് കാണാം. ഈ കേസ് എക്സാമ്പിൾ ആയിട്ട് നോക്കും. എ ആൻഡ് ബി ആർ പാർട്ണേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദി റേഷ്യോ 3:2. നമ്മൾ നേരത്തെ അതേ കേസ് തന്നെ. They admit C as a new partner by giving him 1/5 share, 1/5 share, which he gets wholly from A. The share of profit payable to C is 1/5. This share is sacrificed wholly by A, or C gets the share portion of 1/5 wholly from A or completely from A. മീനിങ് എന്താ? സിക്ക് കിട്ടുന്ന 1/5 പോർഷൻ മുഴുവനായിട്ട് കിട്ടുന്ന ആരുടെ കയ്യിൽ നിന്നാണ്? എന്റെ കയ്യിൽ നിന്നാണ്. സി വന്നതുകൊണ്ട് ബിക്ക് ഒരു നഷ്ടവും ഇല്ല, എക്ക് മാത്രമാണ് നഷ്ടം. ഓക്കെ, നേരത്തെ പറഞ്ഞ എക്സാമ്പിളില് നമ്മളെ ഫിഷിന്റെ കഷ്ണം പോയി എന്ന് പറഞ്ഞ കൂട്ടത്തില് നോക്കുക, പലപ്പോഴും നഷ്ടം വരുന്ന ആരാണ്? വീട്ടിലെ അമ്മമാർക്കാണ് നഷ്ടം വരും ഇല്ലേ? മക്കളും ഒരുപക്ഷെ ഫാദറൊക്കെ ആ ബാക്കിയുള്ള പോർഷൻ ഇങ്ങനെ അടിച്ചു മാറ്റും ഇല്ലേ? പലപ്പോഴും അമ്മമാർക്കാണ് ആ കഷ്ണം നഷ്ടപ്പെടാറ്, അവർക്കാണ് നഷ്ടം വരിക, മറ്റവർക്ക് ഒരു നഷ്ടം ഉണ്ടാവില്ല. ഒരു ഗസ്റ്റ് വന്നു വെച്ചിട്ട് മറ്റവർക്ക് നഷ്ടമൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞു പഴയ അമ്മമാർക്ക്, പണ്ടത്തെ കേസ്. ഇപ്പൊക്കെ മാറി ഇല്ല, ഇപ്പൊ ഒരേപോലെയാണ്, എല്ലാം ഒരുപോലെ ഷെയർ ചെയ്തെടുക്കുന്ന രൂപത്തിലാണ്. പണ്ടൊക്കെ നമ്മള് വ്യത്യാസമായിരുന്നു ഇല്ലേ? ഹസ്ബൻഡിനും മക്കൾക്ക് കൊടുത്തിട്ട് ബാക്കിയുള്ളതൊക്കെ ആയിരുന്നു അമ്മമാരൊക്കെ കഴിച്ച്, അങ്ങനെയൊക്കെ അത്രയും സാക്രിഫൈസ് അവർ ചെയ്തിരുന്നു. ഇപ്പൊ അതിലൊക്കെ മാറ്റം വന്നു. ഓക്കെ, എല്ലാവരും ഒരുപോലെ ഒരു ടേബിളിൽ ഇരുന്നിട്ട് കഴിക്കുന്ന രൂപത്തിലുള്ള സെറ്റപ്പ് ഒക്കെ മാറി. ഓക്കെ, അപ്പൊ പറഞ്ഞു വരുന്ന നോക്കും. ഇവിടെ സി വരുന്നത് കൊണ്ട് ആർക്ക് മാത്രമാണ് നഷ്ടം എന്നറിയോ? ഈ കേസിൽ സി വരുന്നതുകൊണ്ട് നഷ്ടം വരുന്നത് എക്ക് മാത്രമാണ്, ബി എ അത് ബാധിക്കുന്നേ ഇല്ല. അപ്പൊ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. എയും ബിയും ഷെയർ ചെയ്യുന്ന 3:2 റേഷ്യോയിലാണ്. സി എ അഡ്മിറ്റ് ചെയ്യാണ്. സി കിട്ടുന്ന പോർഷൻ 1/5 ഷെയർ ആണ്, which he acquires wholly from A. The share of C 1/5, which he acquires wholly from A. അപ്പൊ എന്തായിരിക്കും ന്യൂ റേഷ്യോ? നമുക്ക് വേറെ പ്രശ്നങ്ങളോ കൺഫ്യൂഷൻ ഒന്നുമില്ല ഇവിടെ. എയുടെ ന്യൂ റേഷ്യോ വിൽ ബി എത്ര ആയിരിക്കും? എസ് ന്യൂ റേഷ്യോ വിൽ ബി 3/5 ആണ് എക്ക് ഉണ്ടായിരുന്നത് അല്ലെ? അതിൽ നിന്ന് ഒരു കഷ്ണം സിക്ക് പോവാണ്, 1/5 ഒരു കഷ്ണം സിക്ക് വേണ്ടിയിട്ട് പോവാണ്. എക്ക് ഉണ്ടായിരുന്ന 3/5 എന്ന് ഒരു പീസ് സിക്ക് വേണ്ടിയിട്ട് പോവാണ്. ഇവിടെ ഡിനോമിനേറ്റർ ഒന്നും പ്രശ്നമില്ല, അതുകൊണ്ട് നമുക്ക് കണക്കൂട്ട് എടുപ്പാണ് 2/5. ക്ലിയർ അല്ലോ? 3/5 ഉണ്ടായിരുന്ന എക്ക് സി വന്നത് കൊണ്ട് ഒരു പീസ് പോയി, 1/5 എന്നുള്ള പീസ് പോയി, ബാക്കി ഉണ്ടാവുക 2/5 ആണ്. ബിക്ക് നഷ്ടം വല്ലതും ഉണ്ടോ? ഇല്ല. ബീസ് ന്യൂ റേഷ്യോ വിൽ ബി, ബീസ് ഷെയർ വിൽ ബി എന്തായിരിക്കും? അയാളുടെ ഓൾഡ് റേഷ്യോ തന്നെ. ബീസ് ഷെയർ വിൽ ബി 2/5, ഒരു നഷ്ടമായിട്ടില്ല. സീസ് ഷെയർ വിൽ ബി എത്രയാണ്? 1/5 ആണ്. അപ്പൊ വാട്ട് വിൽ ബി ദ ന്യൂ റേഷ്യോ? എക്ക് റേഷ്യോ മാറി അല്ലേ? 2/5 ആയിട്ട് മാറി. ബിക്ക് റേഷ്യോയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ബിക്ക് ഒന്നുമില്ല, സി വന്നതുകൊണ്ട് ബിക്ക് ഒരു നഷ്ടമില്ല, പഴയ കഷ്ടപ്പാടും കിട്ടുന്നുണ്ട്. 2/5. സിക്കോ 1/5. റേഷ്യോ വിൽ ബി 2:1. എയും ബിയും സിയും നമ്മൾ റേഷ്യോ നോക്കൂ, 2:1. ഓക്കെ, അപ്പൊ ഇത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ പറഞ്ഞ ഓരോ കേസും കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഫസ്റ്റ് കേസ് ഒന്നുകൂടി പറയാണ്. ഫസ്റ്റ് കേസിലാണ് നമ്മൾ 1 - എന്നുള്ള പണി ചെയ്തത്. ദ ടോട്ടൽ പ്രോഫിറ്റ് ബി 1 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്ത പണി ഫസ്റ്റ് കേസാണ്. അവിടെ അസംഷൻ എന്താണ്? അവിടെയുള്ള അസംഷൻ എന്താണ്? ദ ന്യൂ പാർട്ണർ gets his share from the old partners in their old ratio എന്ന് അസ്യൂം ചെയ്യാം. ന്യൂ പാർട്ണർ gets his share from the old partners in their old ratio എന്നുള്ള അസംഷൻ ആണ് വരുന്നത്. അതായത് പുതിയ ആൾക്ക് ഏത് റേഷ്യോ വെച്ചിട്ടാണ് ഷെയർ കിട്ടുന്നത്? അവരുടെ ഓൾഡ് റേഷ്യോ. സെക്കൻഡ് കേസ് നമ്മൾ പറഞ്ഞു, എങ്ങനെയാ പറഞ്ഞത്?
equally from both the partners. New partner gets his share from the old partners equally. 1:1 എന്നുള്ള റേഷ്യോയിലാണ് അയാൾക്ക് ഷെയർ കിട്ടുന്നത്. മൂന്നാമത്തെ കേസ് നമ്മൾ എങ്ങനെ പറഞ്ഞത്? ന്യൂ പാർട്ണർ gets his share from the old partners in an agreed ratio. അതിലാണ് 2:1 എന്നുള്ള കേസ് നമ്മൾ പറഞ്ഞു. 2/10, 1/10, 2:1 എന്നൊക്കെ പറഞ്ഞത് രണ്ടൊക്കെ ഒരേ കേസ് തന്നെയാണ്. ഈ കേസ് എന്താണ്? wholly from one partner. എനി വൺ ഓഫ് ദ പാർട്ണർ മാത്രമാണ് കംപ്ലീറ്റ് ആയിട്ട് ഇയാളുടെ ഷെയർ കൊടുക്കുന്നത്. അപ്പൊ ആ രൂപത്തിൽ ഇങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി ഒരു കേസ് കൂടിയുണ്ട്. അത് നിങ്ങൾക്ക് ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ആവുന്ന ഒരു കേസാണ്. കുറച്ചൊരു കൺഫ്യൂഷൻ ഉള്ള കേസാണ്. അതുകൂടി നമുക്ക് പറയാം. അപ്പൊ ഇനി അത് പറയുന്ന സമയത്ത് ഇത് നിങ്ങൾ മറന്നു പോകാൻ പാടില്ല. ഇത്രയും പറയുന്ന സാധനം നമ്മൾ മറന്നു പോകരുത്. ഓക്കെ, ക്ലിയർ ആണ്? ഈ കേസ് പറയുമ്പോൾ ലാസ്റ്റ് കേസ്, 5th കേസ് പറയാണ്. ഈ കേസ് പറയുന്ന സമയത്ത് ഇതിന് മുന്നേ പഠിച്ചത് നിങ്ങൾ മറന്നു പോകരുത്. കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അപ്പൊ ഇത് വീഡിയോ ആണ്. കൃത്യമായിട്ട് ബ്രേക്ക് ചെയ്ത് കാണാം, ബാക്ക് ചെയ്ത് കാണാം, ഫോർവേഡ് ചെയ്ത് കാണാം, ഒക്കെ ചെയ്യാം. ഓക്കെ, അപ്പൊ അർത്ഥത്തിൽ കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കാം. ഓക്കെ, 5th കേസ് നമ്മൾ പറയാണ്. സെയിം എക്സാമ്പിൾ നമുക്ക് എടുക്കാം. A and B are partners sharing profits in the ratio 3:2. They decide to admit C as a new partner. എന്ന് പറഞ്ഞിട്ട് പറയാണ്. അടുത്ത സെന്റൻസ് ഇങ്ങനെയാണ്: A sacrifices 1/2 of his share and B sacrifices 1/4 of his share in favor of C എന്ന് പറയാണ്. A sacrifices 1/2 of his share and B sacrifices 1/4 of his share in favor of C എന്ന് പറയും. Okay, calculate the new ratio എന്നാണ് പറയുന്നത്. അപ്പൊ നേരത്തെ നമുക്ക് 2/10, 1/10 എന്നൊക്കെ പറഞ്ഞ സാധനം തോന്നില്ലേ? അതും ഇതും തമ്മിൽ ബന്ധമില്ല. നേരത്തെ പറഞ്ഞ 2/10, 1/10 എന്തായിരുന്നു അറിയോ? സിക്ക് നമ്മൾ 3/10 കൊടുക്കാണ്. അതെങ്ങനെ കൊടുക്കണത്? A 2/10 കൊടുക്കും, B 1/10 കൊടുക്കും എന്നാണ് പറയുന്നത്. ഇവിടെ പറയുന്ന ക്വസ്റ്റ്യൻ ഒന്നും കൂടി നമ്മൾ ശ്രദ്ധിക്കാം. നമുക്ക് A and B are partners sharing profits in the ratio 3:2. They decide to admit C as a new partner. എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു സെന്റൻസ് പറയണത് നോക്കൂ. A sacrifices 1/2 of his share and B sacrifices 1/4 of his share in favor of C. Calculate new ratio എന്നാ പറഞ്ഞത്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം എന്നറിയോ? A എത്രയെ കൊടുക്കണമെന്ന് അറിയോ? അയാളുടെ ഷെയറിന്റെ പകുതി. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, എന്റെ കയ്യില് ഒരു കാഡ്ബറീസിന്റെ സിൽക്കി പാക്കറ്റ് ഉണ്ടായിരുന്നു. അത് മുഴുവനായിട്ട് എനിക്കുള്ളതായിരുന്നു. ഞാൻ അതിന്റെ പകുതി എന്റെ ഗസ്റ്റിന് വേണ്ടി കൊടുക്കാൻ പോവാണ്. എന്റെ ഷെയറിന്റെ പകുതി ഞാൻ എന്റെ ഗസ്റ്റിന് കൊടുക്കാൻ പോകണം. അപ്പൊ ആദ്യം എന്റെ ഷെയർ എത്ര ഉണ്ടെന്ന് ആദ്യം അറിയണം. എന്നിട്ട് നമ്മൾ അതിന്റെ പകുതി കാൽക്കുലേറ്റ് ചെയ്യണം. എന്റെ ഷെയറിന്റെ പകുതി എത്രയെന്നുള്ളത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യണം. ബി ചെയ്യണം. നോക്കും, അയാളുടെ ഷെയറിന്റെ ക്വാർട്ടർ പോർഷൻ, 1/4 എന്ന് പറഞ്ഞാൽ ക്വാർട്ടർ അല്ലേ, കാൽഭാഗം. അയാളുടെ ഷെയറിന്റെ കാൽഭാഗം കൊടുക്കാൻ പോകും. അപ്പൊ അയാളുടെ ഷെയർ ആദ്യം എത്ര ഉണ്ടെന്ന് അറിയണം. ഒരുപക്ഷെ അയാളുടെ കയ്യിൽ ഒരു കാഡ്ബറീസിന്റെ ഫുൾ പാക്കറ്റ് ഉണ്ടായിരിക്കില്ല. അതിന്റെ കാൽഭാഗം, അയാളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതിന്റെ കാൽഭാഗം അയാളെ കൊടുക്കണം. എ കൊടുക്കണതോ അയാളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതിന്റെ അരഭാഗമാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ എന്റെ ഷെയറിന്റെ അരഭാഗം എത്രയാണ്, ബിന്റെ ഷെയറിന്റെ കാൽഭാഗം എത്രയാണ് എന്നുള്ളത് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. അതാണ് സിക്ക് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഒരു സ്റ്റെപ്പ് കൂടി കൂടുതൽ കാണണം. കഴിഞ്ഞ പ്രോബ്ലംസ് വിട്ടേക്കും, അത് മറന്നേക്കുക തൽക്കാലം. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ കണക്കൂട്ട് നോക്കും. എയുടെ സാക്രിഫൈസ് എത്രയെന്ന് എങ്ങനെ പറയാം? നമ്മള് അയാളുടെ ഷെയറിന്റെ അരഭാഗം, അയാൾക്ക് എന്താണോ കിട്ടിയിരുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അയാളുടെ കയ്യിൽ ഒരു പാക്കറ്റ് കാഡ്ബറീസ് ഉണ്ടെങ്കിൽ അതിന്റെ പകുതിയാണ് നഷ്ടം വരുന്നത്. അയാളുടെ കയ്യിൽ അപ്പൊ 3/4 ഭാഗമാണ് കാഡ്ബറീസ് ഉണ്ടായിരുന്നെങ്കിലോ ആ 3/4ന്റെ പകുതിയാണ് നഷ്ടം വരിക. ഓക്കെ, ഇനി നമുക്ക് ബിന്റെ കയ്യിൽ ആകെ പകുതിയുള്ളൂ, ഒരു കാഡ്ബറീസിന്റെ ആകെ പാക്കറ്റിന്റെ പകുതി അയാളുടെ കയ്യിലുള്ളൂ. അതിന്റെ കാൽഭാഗം അയാള് സിക്ക് വേണ്ടിയിട്ട് നഷ്ടപ്പെടുത്താൻ പോകണം. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്നത്, എനിക്ക് നഷ്ടം വരുന്നത് എത്രയാണ് നമ്മൾ കാണണം. എ എന്ന് പറയുന്ന ഞാൻ
എനിക്ക് നഷ്ടം വരുന്നത് എനിക്ക് കിട്ടിയിരുന്ന ഷെയറിന്റെ ഇത്ര ഭാഗമാണ്. ആ ഇത്ര ഭാഗം എത്രയാണ് എന്ന് കൃത്യമായിട്ട് നമ്മൾ കണക്ക് കൂട്ടണം. നോക്കാം, നമുക്ക് വലിയ പ്രയാസമൊന്നുമില്ല. ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നിങ്ങൾ കെയർ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പൊ നോക്കുക, എക്ക് നഷ്ടം വരുന്നത് എത്രയും നോക്കൂ. ഈ ഒരു കാര്യം നോക്കൂ. എക്ക് കിട്ടിയിരുന്നത് പണ്ട് 3/5 ആണ്, ബിക്ക് കിട്ടുന്നത് 2/5 ആണ്, എക്ക് കിട്ടിയിരുന്നത് 3/5 ആണ്. ഓക്കെ, അപ്പൊ നോക്കുക, എക്ക് കിട്ടിയിരുന്നത് 3/5 ആണ്. അതിന്റെ 1/2 ഭാഗം ഇൻ ഫേവർ ഓഫ് സി സാക്രിഫൈസ് ചെയ്യാൻ പോകണം. 3/5ന്റെ 1/2 ഭാഗം എന്റെ ഷെയർ ആയിട്ടുള്ള അല്ലെങ്കിൽ എയുടെ ഷെയർ ആയിട്ടുള്ള 3/5 എന്നുള്ള സാധനം കാഡ്ബറീസ് നസ്യം ചെയ്തോ. ഓക്കെ, ഒരു പാക്കറ്റ് ഇല്ലത് 3/5 ഉള്ളൂ. അതിന്റെ അരഭാഗം ഞാൻ കൊടുക്കാൻ പോവാണ്. അപ്പൊ ഇതിന്റെ അരഭാഗം എത്ര ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും. മൾട്ടിപ്ലൈസ് ചെയ്യണം നമ്മൾ, അല്ലെ? ഗുണിക്കുമ്പോൾ നമ്മൾക്കറിയാം, നേരിട്ട് ഗുണിച്ചാൽ മതി. 3 into 1 3, 5 into 2 10, 3/10. അപ്പൊ ഞാൻ എത്ര കഷ്ണം കൊടുത്തു എന്ന് ചോദിച്ചാൽ 3/10 ആണ്. അത് നമുക്ക് ഇവിടെ എഴുതാം. 3/10 എന്റെ കയ്യിൽ നിന്ന് കിട്ടിയ കഷ്ണം. എന്റെ കയ്യിൽ നിന്ന് കിട്ടിയത് 3/10 ആണ്. ഇവിടെ ശ്രദ്ധിക്കട്ടോ, എ കൊടുത്തത് അരയല്ലേ? എന്നിട്ട് ഇവിടെ നമ്മൾ അരാന്ന് എഴുതാത്തത്, 1/2 എന്ന് എഴുതാത്തത് എന്തുകൊണ്ടാണ്? എ കൊടുത്തത് അരയല്ല, എ കൊടുത്തത് അയാളുടെ കഷ്ണത്തിന്റെ അരയാണ്, അയാളുടെ ഷെയറിന്റെ അരയെ കൊടുത്തത്. അപ്പൊ അയാളുടെ ഷെയറിന്റെ അര എത്രയാണ് എന്ന് നമ്മൾ കാണണം. എയുടെ ഷെയറിന്റെ 3/5 അതിന്റെ അരഭാഗം എന്ന് പറയുന്നത് 3/10 ആണ്. അതാണ് നമ്മൾ സിക്ക് വേണ്ടിയിട്ട് കൊടുത്തത്. അപ്പൊ സിക്ക് എന്റെ കയ്യിൽ നിന്ന് കിട്ടിയ കഷ്ണം എത്രയാണ്? 3/10 എന്നുള്ള പോർഷൻ. ഇനി ഇതേപോലെ ബിന്റെ കേസ് നോക്കും. ബി കിട്ടിയിരുന്നത് പണ്ട് കിട്ടിയിരുന്നത് 2/5 ആണ്. അയാള് സാക്രിഫൈസ് ചെയ്യുന്നത് എത്രയാണ്? ഇവരുടെ സാക്രിഫൈസ് ആട്ടോ. ഓക്കെ, അയാൾ സാക്രിഫൈസ് ചെയ്യുന്നത് എത്രയാണ്? 1/4 ഭാഗമാണ്. അയാൾക്ക് കിട്ടിയിരുന്ന പണ്ടന്നെ കാഡ്ബറീസിന്റെ കഷ്ണം ചെറുതാണ് അയാളുടെ, അല്ലെ? 2/5 ആണ്. അതിന് ക്വാർട്ടർ പോർഷൻ അയാൾ കൊടുക്കണം, 1/4 ഭാഗം കൊടുക്കണം. ഓക്കെ, 2/5 into 1/4. സാക്രിഫൈസ് 1/4 ആണ്. അതായത് ബി സിക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നത് 2/5ന്റെ 1/4 പോർഷൻ ആണ്. എന്ന് പറയുമ്പോൾ എത്ര ഉണ്ടാവും നോക്കും? 2/20, അല്ലെ? 2 into 1 2, 5 into 4 20, 2/20. ഇത് നമ്മളിവിടെ എഴുതാം, 2/20. അപ്പൊ 2/20 എന്നുള്ളത് ഏതിന് തുല്യാന്നറിയോ? 1/10 തുല്യാണ്. അല്ലെങ്കിൽ ചെറുതാക്കി കൂടെ നമുക്ക് 2/20 എന്ന് പറയുന്നത് 1/10 അല്ലേ? അപ്പൊ ബിന്റെ കയ്യിൽ നിന്ന് സിക്ക് വേണ്ടി കിട്ടിയ കഷ്ണം എത്രയാണ്? 1/10 ആണ്. അപ്പൊ നോക്കൂ, കാഡ്ബറീസിന്റെ വലിയൊരു കഷ്ണത്തിന്റെ 10/3 ഭാഗം സിക്ക് കിട്ടി. ആരെ കയ്യിൽ നിന്ന്? എന്റെ കയ്യിൽ നിന്ന്. ബിക്ക് കിട്ടിയ എത്രയാണ്? സോറി, ബിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ എത്രയാണ്? 1/10 എന്നുള്ള പോർഷൻ. നോക്കൂ, ബിക്ക് 2 രൂപ കിട്ടി, 3 രൂപ കിട്ടി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതൊരു ഫ്രാക്ഷൻ ആയിട്ട് തരുന്ന സമയത്താണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത്. ഓക്കെ, ഇവിടെ നോക്കാം, ബി കൊടുത്തത് 1/10 എന്നുള്ള പോർഷൻ ആണ്. അപ്പൊ സിക്ക് ആകെ കിട്ടിയ എത്രയാണ്? എന്റെ കയ്യിൽ നിന്ന് 3/10, ബിന്റെ കയ്യിൽ നിന്ന് 1/10. അപ്പൊ ആകെ എത്രയാണുള്ളത്? 4/10. സിസ് ഷെയർ എന്ന് പറയുന്നത് 4/10 ആണ്. 3/10 എന്റെ കയ്യിൽ നിന്ന് കിട്ടി, 1/10 ബിന്റെ കയ്യിൽ നിന്ന് കിട്ടി, 4/10 ആണ്. ഓക്കെ, ഇവിടെ തീരുന്നില്ല. അപ്പൊ ഇനി എക്ക് എന്ത് ബാക്കിയുണ്ട്, ബിക്ക് എന്ത് ബാക്കിയുണ്ട് എന്ന് കൂടി നമ്മൾ കാണണം. എന്റെ ന്യൂ ഷെയർ എത്ര കാണണ്ട ഇനി? അതായത് എക്ക് ഒരു കഷ്ണം നഷ്ടപ്പെട്ടില്ലേ? 3/10 എന്നുള്ള പീസ് പോയില്ലേ? അപ്പൊ നമുക്ക് നമ്മൾ അതും കൂടി കാണണം. അപ്പൊ എസ് ന്യൂ ഷെയർ വിൽ ബി, എസ് ന്യൂ റേഷ്യോ അല്ലെങ്കിൽ ന്യൂ ഷെയർ വിൽ ബി എത്രയായിരിക്കും? എക്ക് കിട്ടിയിരുന്ന എത്ര പണ്ട്? 3/5 ആണ് കിട്ടിയിരുന്നത്. അതിൽ നിന്ന് ഒരു പീസ് പോയി, അല്ലെ? 3/10 പോയി. ഇൻ ഫേവർ ഓഫ് സിക്ക് വേണ്ടി നമ്മൾ കൊടുത്ത എത്രയാണ് കഷ്ണം? 3/10 എന്നുള്ള പീസ് പോയിട്ടുണ്ട്. ബാക്കി എത്ര ഉണ്ടാവുക? 3/10, അല്ലെ? 3/5 മൈനസ് 3/10. അവിടെ കോമൺ ആയിട്ട് 10 എടുത്തു. ഇവിടെ 6 മൈനസ് 3 3/10. സിയുടെ ന്യൂ ഷെയർ എന്ന് പറയുന്നത് 3/10. ബിയുടെ ന്യൂ ഷെയറോ? ബിസ് ന്യൂ ഷെയർ വിൽ ബി 2/5 മൈനസ് നഷ്ടം വരുന്നത് എത്രയാണ്? 1/10 ആണ്. സിക്ക് വേണ്ടി കൊടുത്തത് 1/10, അല്ലെ? അവിടെ നമ്മൾ കോമൺ ആയിട്ട് 10 എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4 മൈനസ് 1 ഈക്വൽ 3/10.
ബിയുടെ ന്യൂ ഷെയർ എന്ന് പറയുന്നത് 3/10 ആയിരിക്കും. എങ്ങനെ കിട്ടുന്നത്? 2/5 പണ്ട് കിട്ടിയിരുന്നു, അതിന് 1/10 നഷ്ടം വരുത്തി നമ്മൾ സിക്ക് വേണ്ടിയിട്ട് കൊടുത്തു അല്ലേ. ബാക്കി ഉണ്ടാവുക എത്രയാണ്? 4 - 1/10 3/10. ഓക്കെ, 3/10. സിന്റെ ഷെയർ എത്രയാണ്? 4/10. ഓക്കെ, അപ്പോൾ A, B and C's new ratio will be എത്രയായിരിക്കും? എന്റെ ഷെയർ 3/10, ബിന്റെ ഷെയർ 3/10, സിന്റെ ഷെയർ 4/10. ഓക്കെ, ratio will be 3:4. ഓക്കെ, ഇവിടെ കണ്ടു നോക്കും, വന്ന ആൾക്കാർ കൂടുതൽ ഷെയർ കിട്ടിയപ്പോ അല്ലെ. ഓക്കെ, അവിടെ ഉള്ളവർക്ക് ഷെയർ കുറഞ്ഞു, വന്ന ആൾക്ക് ന്യൂ പാർട്ണർക്കാണ് കൂടുതൽ ഷെയർ കിട്ടിയത്, 4 കിട്ടിയത്. ഇവർക്കൊക്കെ 3 ചുരുങ്ങി, 3:4 എന്നുള്ള റേഷ്യോ. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ഒരു കേസ് മാത്രമാണ് ഇതിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കണം, ചെറിയൊരു ഡൗട്ട് വരുന്നത്. അപ്പൊ ബേസിക്കലി ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമുക്ക് ഈ ഫ്രാക്ഷൻസിന്റെ കാൽക്കുലേഷൻസ് ഒന്ന് അറിയണം, കൂട്ടാനും കുറക്കാനൊക്കെ ഒന്ന് അറിയണം, മൾട്ടിപ്ലൈസ് ചെയ്യാനൊക്കെ അറിയണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ നേരിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അവിടെ നമ്മൾ 3 × 1 3, 5 × 2 10 ആ രൂപത്തിൽ ചെയ്യാം. മൈനസ് ചെയ്യാനൊക്കെ ഉണ്ടാകുന്ന സമയത്ത്, മൈനസ് ചെയ്യാനും ആഡ് ചെയ്യാനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ ഡിനോമിനേറ്റർ ഈക്വൽ ആക്കണം. LCM കണ്ട് ഡിനോമിനേറ്റർ ഈക്വൽ ആക്കിയിട്ട് വേണം മൈനസ് ചെയ്യാൻ, അല്ലെങ്കിൽ തെറ്റും. ഇവിടെ നോക്കൂ, നമ്മളിവിടെ നേരെ കുറച്ചിരുന്നെങ്കിൽ എന്തായിരുന്നു? 3 - 3 0 ആവുമായിരുന്നു. ഓക്കെ, അങ്ങനെ പറ്റൂല അല്ലെ. ഇതിനെ 3/5 എന്നുള്ളത് നമ്മൾ 6/10 ആക്കി, 6/10 ആക്കി. 6 - 3 3/10 അങ്ങനെയാണ് കിട്ടുന്നത്. അപ്പൊ ഈ ഒരു കേസ് മാത്രമാണ് ഇതിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കാണുക, ബാക്ക് അടിച്ചത് കാണുക. ഓക്കെ, എന്നിട്ട് നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇതുപോലെ 5 കേസുകളായിട്ട് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഓരോന്നും ഓരോ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുക, എക്സസൈസുകൾ ചെയ്യുക, കൃത്യമായിട്ട് ചെയ്യുക. ഓക്കെ, കൺഫ്യൂഷൻ ഉണ്ടാക്കരുത്. ഇനി അങ്ങോട്ടുള്ള അഡ്മിഷൻ, റിട്ടയർമെന്റ് ഒക്കെ നമുക്കിത് ആവശ്യമായിട്ട് വരുന്നതാണ്. ഓക്കെ, ഇതിന്റെ ബേസ് ആയിട്ട് ഇനി അങ്ങോട്ടുള്ള മൂവ്മെന്റിന് നമുക്ക് ഏറ്റവും ബേസ് ആയിട്ട് വേണ്ട സംഗതിയാണ്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. പ്രോബ്ലംസ് എല്ലാം നിങ്ങൾ ചെയ്യുക. ഓക്കെ, ഇല്ലസ്ട്രേഷൻസും എക്സസൈസ് അടക്കമുള്ള എല്ലാ പ്രോബ്ലംസും നിങ്ങൾ ചെയ്തോളാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.